All of you welcome to Plus One Zoology Online Improvement Class. സുവോളജി ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഓരോ ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ചോദ്യ ഉത്തര രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ SS ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ +1 +2 പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. മുൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ക്ലാസ്സുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദിസ് ചാപ്റ്റർ അനിമൽ കിങ്ഡം പാർട്ട് 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് റൗണ്ട് വേംസ് അഥവാ ആഷി ഹെൽമിന്തസ്. റൗണ്ട് വേംസിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് ഹാവിങ് മൗത്ത് ആൻഡ് ഏനസ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, കാരണം മൗത്തുമുണ്ട് ഏനസുമുണ്ട്. അലിമെൻ്ററി കനാൽ ഹാസ് എ ലാർജ് മസ്കുലാർ ഫാരിങ്സ്. അലിമെൻ്ററി കനാലിനോട് ബന്ധപ്പെട്ട് ഒരു പേശി നിർമ്മിതമായ ഗ്രസനി അഥവാ മസ്കുലാർ ഫാരിങ്സ് കാണപ്പെടുന്നു. നമ്പർ 2, നെയിം ദ എസ്ക്രീറ്ററി ഓർഗൻ ഓഫ് റൗണ്ട് വേംസ്. റൗണ്ട് വേംസിൻ്റെ എസ്ക്രീറ്ററി ഓർഗനെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് എസ്ക്രീറ്ററി ട്യൂബ്സ് എന്നാണ്. ഇത് പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എസ്ക്രീറ്ററി പോർസ്. ഹൗ ഡസ് മെയിൽ അസ്കാരിസ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം ഫീമെയിൽ? Ascaris belongs to the phylum Ashi Helminthus. അതായത് ആഷി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലാണ് അസ്കാരിസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദ മെമ്പേഴ്സ് ഓഫ് ദ ഫൈലം ആഷി ഹെൽമിന്തസ് ഷോ സെക്ഷുവൽ ഡൈമോർഫിസം. അതായത് മെയിലും ഫീമെയിലും മോർഫോളജിക്കലി വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് ആഷി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മെയിൽസ് ആർ സ്മോളർ ദാൻ ഫീമെയിൽസ്. ഫീമെയിൽസ് വളരെ വലുതാണ്, അവരെ അപേക്ഷിച്ച് മെയിൽസ് വളരെ ചെറുതാണ്. ഡിഫൈൻ മൊണീഷ്യസ് ഓർ ഹെർമാഫ്രൊഡൈറ്റ് ആൻഡ് ഡൈഷ്യസ് അനിമൽസ്. അതായത് അനിമൽസിനെ പ്രധാനമായിട്ട് രണ്ടായി തരംതിരിക്കാം. മൊണീഷ്യസ് അഥവാ ഹെർമാഫ്രൊഡൈറ്റ് എന്നും ഡൈഷ്യസ് അഥവാ ഡൈഷ്യസ് എന്നും. ആദ്യം നമുക്ക് മൊണീഷ്യസ് എന്താണെന്ന് നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ ഫൗണ്ട് ഇൻ എ സിംഗിൾ ഓർഗാനിസം. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിലാണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നതെങ്കിൽ അതാണ് മൊണീഷ്യസ്. അവിടെ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും രണ്ടും സെപ്പറേറ്റ് ഇൻഡിവിജ്വലിൽ തന്നെ കാണും. അവിടെ നമുക്ക് മെയിൽസ് ഫീമെയിൽസ് എന്ന് അങ്ങനെ വ്യത്യസ്തമായിട്ട് ഗ്രൂപ്പുകളുണ്ട്. മെയിൽസ് എന്നും നമുക്ക് വിളിക്കാം, ഫീമെയിൽസ് എന്നും വിളിക്കാം. ഇനി ഗീവ് എക്സാമ്പിൾസ് ഫോർ ആഷി ഹെൽമിന്തസ്. ആദ്യത്തത് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹ്യൂമൻ റൗണ്ട് വേം. രണ്ടാമത് ആൻസൈലോസ്റ്റോമ ഡിയോഡിനേൽ എന്നറിയപ്പെടുന്ന ഹൂക്ക് വേം. 3, വുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന ഫൈലേറിയൽ വേം. 4, എൻഡറോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറയുന്ന പിൻ വേം. ഇവിടെ അസ്കാരിസ് എന്ന് പറയുന്നത് അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതായത് നമ്മളെ കുടലിൽ ധാരാളം അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഉരുളൻ വിരകൾ കിടക്കും. ഇതാണ് അസ്കാരിയാസിസ്. ഇനി വുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്നത് ഫൈലേറിയൽ വേം മന്തുരോഗം അഥവാ എലിഫന്റിയാസിസ് അഥവാ ഫൈലേറിയാസിസ് ഉണ്ടാക്കും. ഇനി ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് മന്തുരോഗത്തെ ക്യാരി ചെയ്യുന്നത്, ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൊണ്ടുപോകുന്നത് മൊസ്കിറ്റോ ആണ്, ക്യൂലസ് മൊസ്കിറ്റോ. ഇനി വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ക്യാരക്ടർ ഓഫ് ഫൈലം അനലിഡ. അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ ക്രിട്ടിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റാമെറിക്കൽ സെഗ്മെന്റേഷൻ, അതായത് ഈക്വൽ സെഗ്മെന്റേഷൻ. നമ്പർ 2, എസ്ക്രീറ്ററി ഓർഗനീസ് നെഫ്രിഡിയ. അനലിഡ്സിൻ്റെ എസ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡിയയാണ്. ഇനി
ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ ദ ഫൈലം ഡാഷ്. അതായത് നമ്മളെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പരിശോധിച്ച് നോക്കുമ്പോൾ, ഫൈലങ്ങൾ പരിശോധിച്ച് നോക്കുമ്പം ഏത് ഫൈലത്തിലാണ് ആദ്യം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണപ്പെടുന്നത്? ഫൈലം അന്നലിഡയാണ് അതിൻ്റെ ആൻസർ. ഇനി റൈറ്റ് എക്സാമ്പിൾസ് ഫോർ അന്നലിഡ. അന്നലിഡയുടെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നമ്മളെ പുസ്തകത്തെ പ്രതിപാദിച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫെറിറ്റിമ. ഫെറിറ്റിമ എന്ന് പറഞ്ഞാൽ മണ്ണിര അഥവാ എർത്ത്. ഹെറുഡിനേറിയ ഗ്രാനുലോസ എന്ന് പറഞ്ഞാൽ, ഹെറുഡിനേറിയ ഗ്രാനുലോസ എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഇനി ഈ നമ്മളെ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന കുളയട്ടയുണ്ട്, അതിന് വിളിക്കുന്ന പേര് ഹെറുഡിനേറിയ എന്നല്ല, ഹിമാഡിപ്സ കൊക്സിനിയാന എന്ന് പറയും. ഇനി കടലിൽ ജീവിക്കുന്ന മറ്റൊരു ജീവി നീറീസ്. ഇതൊക്കെയാണ് അന്നലിഡയുടെ എക്സാമ്പിൾസ്. ഇനി ഹെറുഡിനേറിയ ഗ്രാനുലോസ എന്ന് പറയുന്ന ഈ ബ്ലഡ് സക്കിംഗ് ലീച്ചിൻ്റെ ഉമിനീരിൽ കാണപ്പെടുന്ന ഒരു നാച്ചുറൽ ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെറുഡിൻ. കുളയട്ട കടിച്ചാൽ രക്തം ക്ലോട്ട് ചെയ്യാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഈ ഹെറുഡിൻ എന്ന് പറയുന്ന നാച്ചുറൽ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ മൊണീഷ്യസ് ആൻഡ് ഡൈഷ്യസ് അനലിഡ്സ്. അനലിഡ്സിൽ മാത്രം ഉള്ള സവിശേഷതയാണ് അവിടെ മൊണീഷ്യസ് ആയിട്ടുള്ള മെയിലെന്നോ ഫീമെയിലെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അനിമൽസും ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തമായിട്ട് മെയിൽസ് സെപ്പറേറ്റ്, ഫീമെയിൽസ് സെപ്പറേറ്റ്, അങ്ങനെയുള്ള അനിമൽസും ഉണ്ട്. മൊണീഷ്യസ് ആയിട്ടുള്ള അനലിഡ്സിന് എക്സാമ്പിള് ലീച്ച് അഥവാ കുളയട്ട, എർത്ത്വേം അഥവാ മണ്ണിര. ഡൈഷ്യസ് ആയിട്ടുള്ള അനലിഡിന് എക്സാമ്പിള് നീറീസ്. 10A, അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊരു അഡീഷൻ നടത്തിയത് കൊണ്ടാണ് ഈ എയും ബിയും ഇവിടെ വരുവാൻ കാരണം. 10A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ലോക്കോമോട്ടറി ഓർഗൻസ് ഇൻ അനലിഡ്സ്. അനലിഡ്സിന്റെ ലോക്കോമോട്ടറി ഓർഗൻസ്, സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവങ്ങളെ പറ്റി ഉള്ള വിവരം. ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലാർ മസിൽസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. അതായത് നമ്മൾ അനലിഡ്സിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ലോഞ്ചിറ്റ്യൂഡിനലും സർക്കുലറുമായിട്ടുള്ള മസിൽസ് ലോക്കോമോഷന് സഹായിക്കും. ഇനി എർത്ത്വേമിൽ കാണപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും പുറമെ ധാരാളം സീറ്റയുണ്ട്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില പ്രൊട്രൂഡിംഗ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സീറ്റെ. ദാറ്റ് വിൽ ബി ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ. അടുത്തത് നീറീസ് എന്ന് പറയുന്ന ജീവിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ലോക്കോമോട്ടറി ഓർഗനാണ് പാരപ്പോഡിയ, സിംഗുലർ പാരപ്പോഡിയം. 10B, നെയിം ദ നാച്ചുറൽ ആൻറ്റികോയാഗുലന്റ് പ്രസന്റ് ഇൻ ദ സലൈവ ഓഫ് ലീച്ച്. ഹെറുഡിൻ ആൾറെഡി എക്സ്പ്ലനേഷൻ തന്നതാണ്. ഹെറുഡിൻ ഇസ് എ നാച്ചുറൽ ആൻറ്റികോയാഗുലന്റ് ഫൗണ്ട് ഇൻ ദ സലൈവ ഓഫ് ലീച്ച്. ഇറ്റ് പ്രിവെന്റ് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, സോ ദാറ്റ് വിൽ ബി ഫെൽറ്റ് ബ്ലീഡിംഗ്. 11ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം? ഫൈലം ആർത്രോപോഡ. വൈ ദ നെയിം ആർത്രോപോഡ്? അതാണ് അടുത്തൊരു ചോദ്യം. ആർത്രോപോഡ്സിന് ജോയിന്റഡ് അപ്പൻഡേജ് ഉണ്ട്, അതായത് ഒട്ടിച്ചു ചേർത്തതുപോലെ കാണപ്പെടുന്ന കാലുകളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആർത്രോപോഡ് എന്ന് പറയുന്ന വാക്ക് ലഭിക്കുക. കാരണം ആർത്രോ മീൻസ് ജോയിന്റ്, പോഡ മീൻസ് ലെഗ്സ് അഥവാ അപ്പൻഡേജസ്, ഹെൻസ് ദ നെയിം ആർത്രോപോഡ. വിച്ച് ഈസ് ദ ക്രിട്ടിക്കൽ ക്യാരക്ടർ ഓഫ് ആർത്രോപോഡ്സ്? ആർത്രോപോഡ്സിന്റെ ക്രിട്ടിക്കൽ ക്യാരക്ടർ എന്തെന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ്: ജോയിന്റഡ് അപ്പൻഡേജസ്, ഒട്ടിച്ചു ചേർത്ത കാലുകൾ. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഹീമോലിംഫ്? ആർത്രോപോഡ്സ് ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. സാധാരണ ആർത്രോപോഡ്സിൽ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് തുറന്ന രക്തപര്യനം. അവിടെ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ. എന്നാൽ കളർലെസ് ബ്ലഡിനെ വിളിക്കുന്ന പേര് ഹീമോലിംഫ്. ഇനി വാട്ട് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ്? ആർത്രോപോഡ്സിന്റെ റെസ്പിറേറ്ററി ഓർഗൻസിനെ പറ്റിയുള്ള ലഘുവായ വിവരണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. കിങ് ക്രാബ് അഥവാ ലിമുലസിന്, ഇത് കടലിൽ കാണപ്പെടുന്ന വലിയൊരു ഞണ്ടാണ്, അതിനെ വിളിക്കുന്ന പേരാണ് കിങ് ക്രാബ് അഥവാ ലിമുലസ്. ഇതൊരു ലിവിങ് ഫോസിലാണ്, അതായത്
ഏത് നിമിഷവും വംശം അറ്റു തീർന്നു പോകാൻ പറ്റുന്ന, വംശം നശിച്ചേക്കാവുന്ന ഒരു ജന്തുവാണ് കിങ് ക്രാബ് അഥവാ ലിമുലസ്. അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗനെ വിളിക്കുന്ന പേര് ബുക്ക് ലങ്സ്, ബുക്ക് ഗിൽസ്. ഇനി സ്കോർപിയോൺ ആൻഡ് സ്പൈഡർ. സ്കോർപിയോണിൻ്റെയും സ്പൈഡറിൻ്റെയും റെസ്പിറേറ്ററി ഓർഗനാണ് ബുക്ക് ലങ്സ്. നമ്മൾ ആ ബുക്കിൻ്റെ താളുകൾ പോലെയാണ് അവിടെ ലങ്സ് ഇരിക്കുന്നത്. അടുത്തത് ഇൻസെക്ട്സ്. ഷഡ്പദങ്ങളുടേത് ട്രക്കിയ. പ്രോൺ, ഗിൽസ്. വാട്ട് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ്? ആർത്രോപോഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങളിൽ കാണപ്പെടുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇനി പ്രോൺ അഥവാ കൊഞ്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഗ്ലാൻസ് അഥവാ ആന്റിനറി ഗ്ലാൻസ്. ഇനി വാട്ട് ആർ ദ സെൻസ് ഓർഗൻസ് ഓഫ് ആർത്രോപോഡ്സ്? ആർത്രോപോഡ്സിൽ കാണപ്പെടുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? ആന്റിനെ, നീളത്തിലുള്ള രണ്ടെണ്ണമാണ് ആന്റിനെ. അതിനേക്കാളും ചെറുത് ആന്റിന്യൂൾ. സിമ്പിൾ ഐ. എന്താണ് സിമ്പിൾ ഐ എന്ന് പറഞ്ഞാൽ? ഒരു കണ്ണിൽ ഒരു ലെൻസ് മാത്രമേ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഐ. ആർത്രോപോഡ്സിൽ ചിലന്തികൾ അഥവാ സ്പൈഡേഴ്സിന് മാത്രമാണ് സിമ്പിൾ ഐസ് ഉള്ളത്. അടുത്തത് കോമ്പൗണ്ട് ഐ, സങ്കീർണമായ അല്ലെങ്കിൽ സംയോജിത നേത്രങ്ങൾ. കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞാൽ സംയോജിത നേത്രങ്ങളിൽ ഏകദേശം 2000-ഓളം ഒമറ്റിഡിയം എന്നറിയപ്പെടുന്ന ചെറിയ ലെൻസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ സെൻസ് ഓർഗനെ വിളിക്കുന്ന പേര് സ്റ്റേറ്റോസിസ്റ്റ്. ഇതൊരു പ്രഷർ ബാലൻസിങ് ഓർഗനാണ്. വെള്ളത്തിലെ പ്രഷർ തിരിച്ചറിയുവാനുള്ള അക്വാട്ടിക് ആർത്രോപോഡ്സിൽ കാണപ്പെടുന്ന ഒരു ഓർഗനാണ് സ്റ്റേറ്റോസിസ്റ്റ്. അടുത്തത് ഡിസ്ക്രൈബ് അബൌട്ട് കോമ്പൗണ്ട് ഐ. കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞാൽ സംയോജിത നേത്രം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അബൌട്ട് 2000 ഓഫ് ഒമറ്റിഡിയം. 2000-ഓളം ഒമറ്റിഡിയം എന്നറിയപ്പെടുന്ന സൂക്ഷ്മമായിട്ടുള്ള ലെൻസുകൾ ഉള്ളതാണ് ഒരു കോമ്പൗണ്ട് ഐ. അവിടെ ഓരോ ലെൻസും കാണുന്ന വസ്തുവിൻ്റെ ചെറിയ ചെറിയ ഇമേജുകൾ മാത്രം ഉണ്ടാക്കുകയും അവസാനം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ ഇമേജായിട്ട് ഈ ഓർഗാനിസം കാണുകയും ചെയ്യും. അങ്ങനെയുള്ള വിഷനെ വിളിക്കുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. വിഷൻ ത്രൂ കോമ്പൗണ്ട് ഐ ഈസ് കാൾഡ് മൊസൈക്ക് വിഷൻ. ഇനി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റേറ്റോസിസ്റ്റ്? സ്റ്റേറ്റോസിസ്റ്റിൻ്റെ ഫങ്ഷൻ പ്രഷർ ഡിറ്റക്ഷൻ ഇൻ അക്വാട്ടിക് ആർത്രോപോഡ്സ്. ഇനി വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ ആർത്രോപോഡ്സ്? ആർത്രോപോഡ്സിൻ്റെ എക്സാമ്പിൾസ് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നോക്കാം. സ്പൈഡർ, ചിലന്തി. സ്കോർപിയോൺ, തേള്. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്, വളരെ ഭക്ഷ്യയോഗ്യമാണ്, എക്സ്പോർട്ടിംഗ് വാല്യൂ ഉള്ളതാണ് ഞണ്ട്. പ്രോൺ, അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചെമ്മീൻ കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പ്രോൺ വളരെ വിലപിടിപ്പുള്ളതാണ്, ഡെലീഷ്യസ് അഥവാ വളരെ ടേസ്റ്റിയാണ്, എക്സ്പോർട്ടിംഗ് വാല്യൂ ഉള്ളതാണ്. ഈ പ്രോൺസിൻ്റെ പ്രധാനപ്പെട്ട 1-2 സ്പീഷീസിനെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാക്രോബ്രാങ്കിയം റോസൻബർഗി, മാക്രോബ്രാങ്കിയം ഐഡിയാക്, പിനിയസ് മൊണഡോൺ, പിനിയസ് ഇൻഡിക്കസ്, മെറ്റാപിനിയസ് ഡോപ്സോണി. ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രോൺ സ്പീഷീസ്, ചെമ്മീനിൻ്റെ വർഗ്ഗങ്ങളാണ്. ഇനി ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ ഷഡ്പദങ്ങൾ. ധാരാളം ഷഡ്പദങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ഷഡ്പദങ്ങളുണ്ട്. ഇനിയും ഒട്ടനവധി കണ്ടുപിടിക്കുവാനുമുണ്ട്. നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എപ്പിസ്. എപ്പിസ് എന്ന് പറഞ്ഞാൽ ഹണി ബി, തേനീച്ചയാണ്. തേനീച്ചകളെ വളർത്തി തേനുൽപാദനം നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് എപ്പിക്കൾച്ചർ. അതിനുപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു തേനീച്ചയാണ് ഞൊടിയൻ എന്ന് പറയുന്ന തേനീച്ച. എപ്പിസ് ഇൻഡിക്ക എന്ന് പറയും. എപ്പിസ് ഇൻഡിക്ക, അതാണ് ഞൊടിയൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തേനീച്ച. വേറെയുണ്ട് എപ്പിസ് ഡോഴ്സേറ്റ, എപ്പിസ് മില്ലിഫറ, എപ്പിസ് ഫ്ലോറേ എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെറുതേൻ? ഏറ്റവും ഔഷധ ഗുണമുള്ള തേനാണ് ചെറുതേൻ. ചെറുതേൻ ഉണ്ടാക്കുന്നത് എപ്പിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തേനീച്ചയല്ല, പകരം ട്രൈഗോണ എറിഡിപ്പെനിസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു തേനീച്ചയാണ്. അടുത്തത് ബോംബൈക്സ്. ബോംബൈക്സ് എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ ശലഭം. ബോംബൈക്സിൻ്റെ അതിൻ്റെ ലാർവ, അതാണ് പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു ഉണ്ടാക്കുന്ന
കൊക്കൂൺസ് നിന്നാണ് സിൽക്ക് അഥവാ പട്ടുനൂല് നമ്മൾ എടുക്കുന്നത്. ധാരാളം തരത്തിൽ വിവിധ ഇനത്തിൽപ്പെടുന്ന ബോംബൈറ്റ്സ് ഉണ്ട്, സിൽക്ക് വേംസ് ഉണ്ട്. തസർ സിൽക്ക് വേം, തപ്പിയോക്ക സിൽക്ക് വേം, ഓക്ക് സിൽക്ക് വേം, മൾബറി സിൽക്ക് വേം എക്സെട്ര അങ്ങനെ പോകും. ഇനി ലക്സിഫർ എന്ന് പറഞ്ഞാൽ കോലരക്ക്. ഈ പെയിന്റ് ഇൻഡസ്ട്രിയും വാർണിഷ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കോലരക്ക്. യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫോറസ്റ്റ് പ്രോഡക്റ്റ് കൂടിയാണ് കോലരക്ക്. കോലരക്ക് മരങ്ങളുടെ ചില്ലകളിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരു തരം ഷഡ്പദത്തിൻ്റെ സെക്രീഷനാണ് ഈ കോലരക്ക്. ആ ഷഡ്പദത്തിനെ വിളിക്കുന്ന പേരാണ് ലാക്ക് ഇൻസെക്റ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോലരക്കിന് വിളിക്കുന്ന പേര് ലക്സിഫർ. ഇനി വെക്ടേഴ്സ് ഉണ്ട്. അസുഖങ്ങളെ ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഇൻസെക്ട്സ്, അതിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തത് മൊസ്കിറ്റോസ് നമുക്കറിയാലോ. അനോഫിലിസ് ഉണ്ട്, ക്യൂലസ് ഉണ്ട്, എയ്ഡിസ് ഉണ്ട്. ഇനി ഹൗസ് ഫ്ലൈസ് ഉണ്ട്, ധാരാളം ഈച്ചകളുണ്ട്. ഈച്ച നമ്മളെ വയറിളക്ക രോഗങ്ങളൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുവാൻ സഹായിക്കും. അടുത്തത് ഗ്രിഗേറിയസ് പെസ്റ്റ്, അതായത് വളരെയേറെ ആക്രമണം നാശമുണ്ടാക്കുന്ന പെസ്റ്റുകളുണ്ട്, നമ്മളെ കീടങ്ങൾ. ഒന്ന് ലോക്കസ്റ്റ. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് വെട്ടുകിളിയുടെ ആക്രമണം. അതൊരു പക്ഷിയല്ല, പകരം അത് നമ്മളെ വെട്ടിലുകൾ, പച്ചക്കുതിര എന്ന് പറയുന്ന പച്ച വെട്ടിലിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെട്ടിലാണ് യഥാർത്ഥത്തിൽ ലോക്കസ്റ്റ. അനുകൂലമായ ചില സാഹചര്യങ്ങളിൽ അവയുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുകയും അത് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാത്തിനെയും തിന്ന് നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ലോക്കസ്റ്റ, വെട്ടുകിളി. പാഡി പെസ്റ്റ്, നമ്മളെ ചാഴി, ലെപ്റ്റോകൊറൈസ അക്യൂട്ട എന്ന് പറയുന്നതാണ് ചാഴി. അടുത്തത് റൈനോസിറസ് ബീറ്റിൽ, ഒറിക്ടസ് റൈനോസിറസ് എന്ന് പറയുന്ന നമ്മളെ കൊമ്പൻ ചെല്ലി, തെങ്ങിനെ ആക്രമിക്കുന്നതാണ് കൊമ്പൻ ചെല്ലി, ഒറിക്ടസ് റൈനോസിറസ് അല്ലെങ്കിൽ റൈനോസിറസ് ബീറ്റിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ നിലവിൽ എണ്ണം വളരെ കുറവായി, അതായത് വംശനാശത്തിൻ്റെ വക്കീൽ നിൽക്കുന്ന ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ലിവിങ് ഫോസിൽ. കടലിൽ കാണപ്പെടുന്ന ഒരു വലിയ ഞണ്ടാണ് ലെമുലസ് അഥവാ കിങ് ക്രാബ്. അത് വംശനാശത്തിൻ്റെ വക്കീലാണ്. ധാരാളം ആൾക്കാർ അതിനെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. ഇന്നത്തെ സെഗ്മെൻറ്റിൽ ഞാൻ ഇത്രയും ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഭാഗത്തേക്കുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമയം അതിക്രമിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യനുകളാണെങ്കിൽ ഞാൻ എൻ്റെ ആൻസർ പരമാവധി നൽകുവാൻ സഹായിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എൻ്റെ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റോ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതർവൈസ് യു ക്യാൻ put your doubts in description box. Okay, thank you.